രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ എല്ലാവരും മുറ്റത്ത് പൂക്കളാവും ഇടണ്ടാവുക. ഒരു 10 ദിവസത്തെ ചടങ്ങുണ്ട് അത്. ഇന്നെന്തായാലും ഞാൻ അടുക്കളയിൽ തന്നെ കയറിയത്. മോനെ രാവിലെ നേരത്തെ പോകണം. അപ്പോൾ പൂക്കളത്തും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് അവൻ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവനെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ പൂക്കളിടാനായിട്ട് തുടങ്ങാണ്. മുറ്റത്തൊന്നല്ല ഞാൻ പൂക്കളിടാം, ഞാൻ സിറ്റ് ഔട്ടിലിടാം. ആദ്യം ഈ സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണം. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. ചെരുപ്പിട്ട് സ്റ്റെപ്പുമ്മ കയറുമ്പോൾ വരുന്ന ഒരു ചെളിപിളിയാണത്. പിന്നെ വെള്ള ടൈലും കൂടി ആയ കാരണം പറയും വേണ്ട. ഒരു തുള്ളി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചെളി തെറിക്കും. വർഷകാലം തീരണ വരെ എനിക്ക് ഈ സിറ്റ് ഔട്ടിൽ തുണി വെച്ച് നേരം തുടയ്ക്കാൻ തന്നെ നേരമുള്ളൂ. പണ്ട് ഞാൻ മുറ്റത്ത് തന്നെയായിരുന്നു പൂക്കളിടുണ്ടായിരുന്നത്. മഴ പെയ്യുമ്പോൾ അത് ഫുള്ള് ഒലിച്ചു പോണ കാരണം അത് പിന്നെ അകത്തേക്ക് ആക്കി. മുറ്റത്താണെങ്കിൽ പിന്നെ ചാണം കൂടി മെഴുകണം. അത് ഇത്തിരി മടി പിടിച്ച കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടപ്പനെ ഒന്ന് അഴിച്ചു വിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമായി അത് എന്നെ അങ്ങനെ നോക്കി നോക്കി നിൽക്കണത്. അതിങ്ങനെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് കാണിക്കാനൊരു സഹതാപത്തിൻ്റെ മുഖമാണ്. കുറച്ച് നേരം തന്നെയാട്ടാ ഞാൻ വിട്ടുള്ളൂ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് കുറേ പണികളുള്ള കാരണം അവൻ്റെ പിന്നാലെ നിൽക്കാൻ നേരമില്ല. ഈ പൂക്കളിടുന്നത് ഞാൻ ആദ്യത്തെ ദിവസം അത്തത്തിൻ്റെ അന്നത്തെ വീഡിയോ അല്ല, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തു, ഞാൻ അപ്ലോഡും ചെയ്തു. പക്ഷേ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചപ്പോൾ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇടാൻ നോക്കിയപ്പോഴേക്കും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കംപ്ലീറ്റ് ഞാൻ ആ എഡിറ്ററിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണ കാരണം ആ വീഡിയോ ഞാൻ വിട്ടു. വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക, ഭയങ്കര ദുരിതം പിടിച്ച പണിയാണ്. ഇതിപ്പോൾ ആരും പറഞ്ഞിട്ട് ചെയ്യണതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതാണ്. എന്നിട്ട് അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല കേട്ടോ, തീരെ വ്യൂ ഇല്ല. അതിപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളത് നോക്കണില്ല. പറ്റണ പോലെ എന്തായാലും ഞാൻ ഇട്ട് പോവും. കുറേ കാലം കഴിയുമ്പോൾ മക്കൾക്കായാലും കാണാമല്ലോ. അങ്ങനെ ഓടിപ്പിടഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. അടുക്കളയിൽ ഞാനെന്തോ പാലോ അങ്ങനെ എന്തോ സാധനം തട്ടിക്കളഞ്ഞതാ. അപ്പോൾ ഇവളുടെ കാരണം പിന്നെ ഒന്നും വേസ്റ്റ് ആവില്ല, ഒക്കെ ക്ലീനാക്കി തന്നു. അപ്പോൾ അവൻ അവിടെ ക്ലീനാക്കി തന്നിട്ട് ഇനി അവിടെ തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ക്ലീനായിട്ടുണ്ട്. ഞാൻ പൂക്കളം ഇടണേൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടെ വേണ്ടാന്ന് വെച്ചു. ഇനി ഉച്ചയ്ക്കുള്ള കറിയുടെ പരിപാടിയിലേക്കാണ് കിടക്കണത്. ഇതാണ് ഉണക്കസ്രാവ്. ഇവിടെ എനിക്കൊരു രേഷാണത് നല്ല ഇഷ്ടമാണ്. പിള്ളേർ രണ്ടാളും കഴിക്കില്ല. മോള് പിന്നെ ഒന്നും കഴിക്കില്ല, നോണൊന്നും കഴിക്കില്ല. മോൻ അപൂർവം കുറച്ച് സാധനങ്ങൾ തന്നെയാണ് അവനും കഴിക്കണതുള്ളൂ. മീൻ, ഉണക്കമീൻ അങ്ങനെയുള്ളതൊന്നും അവനും കഴിക്കില്ല. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് എൻ്റെ രീതിയിലുള്ളത് വീഡിയോ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയിട്ടുണ്ട്. ഈ കൂട്ടാൻ വെക്കുമ്പോൾ അതിന് പച്ചരക്കനയിൽ നല്ലത് ചൂടാക്കി ഇടണതാണ്. പണ്ട് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യണതാണ്. പിന്നെ സാധാരണ മീൻ കറിക്ക് ഇടുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഇട്ട് നോക്കുന്നത് കുടംപുളി. ഞാൻ കുറച്ച് ദിവസം മുന്നേ കത്തിച്ച് കരിച്ചൊരു കുടംപുളി ഉണ്ട്, അത് കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി പിന്നെ കുറച്ച് പൊടികൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. ഈ പൊടികൾ ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലാക്കിയ അത് ഞാനിപ്പോൾ അടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ അതിലൊഴിക്കണത് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ്, നാളികേരം മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത്. അപ്പോൾ അത് വെച്ചു, തിളച്ചു, മീൻ കഷ്ണങ്ങളിട്ടു. പിന്നെ മക്കൾക്ക് ഞാൻ വേറെ കറി ആക്കിയിട്ടുണ്ട് കേട്ടോ, തക്കാളി ഇട്ടിട്ട്. മീന് പകരം കുറച്ച് തക്കാളിയും സബോളയും കൂടി അവർക്ക് അങ്ങനെ ഒരു കറി അതാക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നല്ല പാടായിരുന്നു ഇങ്ങനെ 2 നേരമൊക്കെ വെക്കണ്ട. പിന്നെ ഇതിപ്പോൾ ശീലമായി, വേറെ വഴിയില്ല. മോള് പിന്നെ ഒന്നും കഴിക്കില്ല, അവൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ 2 കറികളും ഇവിടെ വറവിടാനാണ് പോണത്. അപ്പോൾ എല്ലാതും പാകമായിട്ടുണ്ട്. ഉള്ളിയും മുളകും മൂപ്പിച്ച് അതിൽ ചേർക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അതോടുകൂടി കറിയുടെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കടച്ചക്ക ഉപ്പേരി. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കടച്ചക്ക വേവിക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കുത്തിപ്പൊടി മുളകും കുറച്ച് സാദാ മുളകും പൊടിയും കൂടെ ഇട്ട്
നന്നായി മൂപ്പിച്ചെടുക്കുക. സാധാ മുളകിട്ടില്ലെങ്കിൽ ആ കറിക്ക് പ്രത്യേകിച്ച് വലിയ കളറൊന്നും കാണില്ല. കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളകും പൊടിയും കൂടെ ചേർക്കണത്. അപ്പോൾ അതും തയ്യാറായിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുക്കള പണിയും കഴിഞ്ഞു എൻ്റെ. ഇനി എനിക്ക് ഊണ് കഴിക്കേ വേണ്ടൂ. അതിന് മുന്നേ ഒരാൾക്ക് ഫുഡ് കൊടുക്കണം, അതല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഊണ് കഴിക്കാനായിട്ട് പറ്റില്ല. ഇത് ഇന്നലത്തെ ക്യാബേജ് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ കറികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കഴിച്ച് അവസാനിപ്പിക്കുക. അവരൊന്നും അത് മൈൻഡ് ചെയ്യില്ല. ഇവനും കൂടി ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ഇവ അങ്ങനെ കരയൊന്നുമില്ല, നമ്മൾ കഴിക്കണത് ഇങ്ങനെ നോക്കി നിൽക്കും. നേരത്തെ കണ്ടില്ലേ 2 കൈ ഇങ്ങനെ പൊന്തിച്ച് നോക്കി നിൽക്കണത്, അതുപോലെ നോക്കി നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷം.